അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എങ്ങനെ വാലറൻ്റ് കർവ്ഡ് മോണിറ്ററിൽ അൾട്രാ വൈഡാക്കി കളിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണ 34 ഇഞ്ചിൻ്റെ MSIയുടെ മോണിറ്ററാണ്. അപ്പോൾ ഇതിൽ കാണുന്നുണ്ടോ, ഇവിടെ അപ്പുറത്തും ഇപ്പുറത്ത് രണ്ട് വലിയ പെട്ടി കാണുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കളയാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിങ്സ് എടുക്കുക, അതിനകത്ത് വീഡിയോസ് എടുക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ബേസിക്കായിട്ട് കാണുന്നത്. നിങ്ങൾ വിൻഡോസ് ബട്ടൺ ഞെക്കി ഇറങ്ങണം. വിൻഡോസ് തന്നെ ഉപയോഗിക്കണം, F11 ഉപയോഗിക്കരുത്. അപ്പോൾ വിൻഡോസ് ബട്ടൺ ഞെക്കുക, സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിനകത്ത് ഡിസ്പ്ലേ എടുക്കുക. ഇവിടെ സിസ്റ്റം ഞെക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റും. ഡിസ്പ്ലേ റെസൊല്യൂഷൻ എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ എൻ്റെ 4K ആയതുകൊണ്ട് ഇതാണ് കിടക്കുന്നത്. നമുക്കിടേണ്ടത് ഇതാണ് തന്നെ 1920x1080 ഇടുക. കീപ് ചേഞ്ചസ് എടുക്കുക. എന്നിട്ട് വാലയിൽ വരിക. വാലയിൽ വരുമ്പോൾ നല്ല ഊമ്പിയ പോലെ ഇരിക്കും, പേടിക്കണ്ട. നമ്മൾ വിൻഡോഡ് ഇടുക. അതിനകത്ത് വിൻഡോഡിനകത്ത് ഇവിടെ നമ്മളിട്ടത് ഏതാ 1920x1080 ഇത് കൊടുക്കുക, ഫില്ല് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ വരും. കൺഫേം കൊടുക്കുക, ക്ലോസ് കൊടുക്കുക. ഓക്കെ. അപ്പോൾ സൈഡിൽ കണ്ടോ, ഇവിടെ ബോർഡർ ഫില്ലായിട്ടുണ്ട്. നമുക്കങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ഇത്ര ആക്സസ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ആയി, വേറെ പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്ത് ചെയ്യാനുള്ള വീഡിയോ സെറ്റിങ്സ് എടുക്കുക, വീഡിയോസ് എടുക്കുക. വിൻഡോയുടെ മറ്റേ ഫുൾ സ്ക്രീൻ ഇടുക. ഫുൾ സ്ക്രീനകത്ത് ഫില്ല് കൊടുക്കുക, അപ്ലൈ കൊടുക്കുക. ഓക്കെ, കൺഫേം കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് വിൻഡോസ് ബട്ടൺ ഞെക്കുക. വിൻഡോസ് ബട്ടൺ തന്നെ ഞെക്കി പോകണം, F11 ഞെക്കരുത്, വീണ്ടും പറയുന്നു. എന്നിട്ട് നമ്മുടെ റെസൊല്യൂഷൻ ഉണ്ടല്ലോ, ഇവിടെ വന്നിട്ട് നമ്മുടെ പഴയ റെസൊല്യൂഷൻ ചൂസ് ആക്കിയിട്ട് കീപ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ പഴയ പോലെയാവും. എന്നിട്ട് വാല്യൂ എടുക്കുക. വാല്യൂ എടുക്കുമ്പോഴത്തേ ഫുൾ സ്ക്രീൻ അൾട്രാ വൈഡിലായിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ബ്ലാക്ക് ബോക്സ് കാണാം, അത് നോക്കണ്ട, അത് ഗെയിമിൻ്റെതാണ്. ഇനി പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഫില്ലായിക്കോളൂ. പ്രോപ്പറായിട്ട് അൾട്രാ വൈഡിലായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാക്സിമം എസ്കേപ്പ് ഉപയോഗിക്കാതിരിക്കുക. എസ്കേപ്പും അതേപോലെ F11 ഉപയോഗിക്കാതിരിക്കുക. മാക്സിമം കളിയിലായിക്കോട്ടെ ഉപയോഗിക്കാതിരിക്കുക. വിൻഡോസ് ഞെക്കിയിട്ട് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ. F11 ഞെക്കിക്കഴിഞ്ഞാൽ വീണ്ടും അഥവാ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നും ചെയ്യേണ്ടി വരും. ഇത് ഇപ്പം എനിക്കിതിപ്പോൾ അപ്ഡേറ്റ് വന്നതിരിക്ക് ഇടയ്ക്കിടയ്ക്ക് പണിയാവുന്നുണ്ട്. ഇപ്പോൾ എപ്പോൾ ലോഗിൻ ആക്കിയാലും വീണ്ടും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അത് ഫ്യൂച്ചറിൽ ഫിക്സ് ആക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ എന്തായാലും ഈ പറഞ്ഞതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടേക്കാം, നിങ്ങൾക്ക് അത് സേവ് എന്താ വെച്ചാൽ ചെയ്ത് വെച്ചു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണുന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിക്കും, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.